ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച്. ഇന്ന് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം നടന്നൊരു ദിവസമാണ്. ഞങ്ങളിപ്പോൾ മൊറോക്കോയിലൊരു ട്രിപ്പായിട്ട് വന്നതാണ്. ഇതൊരു കഴിഞ്ഞ രണ്ട് വട്ടം ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴും നടക്കാതെ പോയൊരു ട്രിപ്പാണ്. എന്തായാലും ഞാൻ എൻ്റെ ഇനിയുള്ള വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മൊറോക്കോയിലെ കാഴ്ചകളൊക്കെ ഞാൻ ഉൾപ്പെടുത്താം ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യവും നടക്കുമെന്നുള്ളതിൻ്റെ ഓരോരോ പ്രൂഫുകളാണിത്. ഞാൻ ഒരുപാട് നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു ട്രിപ്പ്. പലർക്കും മൊറോക്കോ എന്ന് പറയുന്നത് അത്ര വലിയൊരു രാജ്യമാണോ, അത്ര ഇതാണോ എന്ന് തോന്നാറിയാം. പക്ഷേ എനിക്ക് ഒരുപാട് നാൾ മുമ്പ് തന്നെ സുജിത് ഭക്തൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ തൊട്ട് വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് സ്ഥലങ്ങളിലൊരു സ്ഥലമാണ്. അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് ഒരിക്കലും സത്യം പറഞ്ഞാൽ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭയങ്കര വലിയൊരു സന്തോഷത്തിലാണ്. താങ്ക് യു യൂണിവേഴ്സ്. ആക്ച്വലി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഫ്ലൈറ്റ് യാത്ര ആരെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കണ്ടുകൊണ്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഞാൻ എൻ്റെ ഫ്ലൈറ്റ് യാത്രയുടെ ഓരോ നിമിഷങ്ങളെയാണ് ഞാൻ ഇന്നത്തെ ഈ ക്ലിപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമുക്ക് അഫർമേഷനെ കുറിച്ച് നോക്കാം. അഫർമേഷൻ എന്താണ്? അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പറയുന്ന വാക്കുകൾ ആണത്. അതായത് നമ്മൾ ഡെയിലി പറയുന്ന പല വാക്കുകളും അഫർമേഷനാണ്. ചില സമയത്ത് നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ചില വീടുകളിൽ അമ്മ മക്കളോട് പറയുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങളോടൊക്കെ നമ്മൾ പറയും, നീ ഒരിക്കലും നന്നാകത്തില്ല എന്ന് റിപ്പീറ്റഡായിട്ട് പറയുന്നത് അതൊരു അഫർമേഷനാണ്. പഠിക്കുവാനിരിക്കുമ്പോൾ ഞാൻ പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല, അതൊരു അഫർമേഷനാണ്. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ മൈൻഡ് അത് വിശ്വസിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിന് സത്യം എന്താണെന്നോ കള്ളം എന്താണെന്നോ അറിയില്ല. നമ്മൾ എന്താണോ റിപ്പീറ്റഡായിട്ട് അതിനോട് പറയുന്നത്, വിത്ത് ഫീലിങ്സോട് കൂടി പറയുന്നത്, ആ ഒരു കാര്യമാണ് സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നിങ്ങളോട് ഒരാൾ നീ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല എന്ന് കുറേ വട്ടം പറയുമ്പോൾ നിങ്ങളിരുന്ന് ചിന്തിക്കുകയോ പറഞ്ഞ് ശരിയാണ്, ഇതുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത്, ഞാൻ നന്നായില്ലേ, എൻ്റെ ലൈഫിലെല്ലാം നെഗറ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നടന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ളതും സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും ഓർമ്മ വരുന്നത്. അങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് പിന്നെ നിങ്ങളുടെ മൈൻഡ് അതിനെ വിശ്വസിക്കും, നീ നന്നാവാൻ കൊള്ളില്ല, അപ്പം നിൻ്റെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങളൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ അങ്ങ് തീരുമാനിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അത്ര വലിയ പവറാണുള്ളത്. പണ്ട് പറയാറില്ലേ, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാനൊക്കെ ഇല്ല. അതേപോലെയാണ് കൈവിട്ട ആയുധം. ഇപ്പോൾ ഒരാളെ നമ്മൾ ഷൂട്ട് ചെയ്തു, അതിൽ നിന്ന് ആ ബുള്ളറ്റ് പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതെങ്ങനെ ശാരീരികമായിട്ട് ഒരാളെ ഹാം ചെയ്യുമോ, അതുപോലെ അതിൻ്റെ ഇരട്ടിയാണ് നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ട് ഒരാളുടെ ജീവിതം തന്നെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളെല്ലാം വളരെ നല്ല വാക്കുകളായിരിക്കാൻ നോക്കുക. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് മാത്രമല്ല നമ്മൾക്കും നെഗറ്റീവാണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. നല്ല കാര്യങ്ങൾ പറയുക. അഫർമേഷൻ എന്നാൽ അതാണ്, അഫേം ചെയ്യുക. നിങ്ങളതിനെ ഉറപ്പിക്കുക, പറഞ്ഞ് ഉറപ്പിക്കുക. നിങ്ങൾ വളരെ ധനികനാണ്. എന്തുകൊണ്ട് നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല? അത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേ. ഞാനൊരു ധനികനാണ്, അല്ലെങ്കിൽ ഐ ആം റിച്ച് എന്ന അഫർമേഷൻ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ തോന്നാത്തതിൻ്റെ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് പറയുമോ? കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? എനിക്ക് പൈസയില്ല, അതായത് എനിക്ക് കടമുണ്ട്, എനിക്ക് അവിടെ 1,00,000 രൂപ കടമുണ്ട്, എനിക്ക് 20,000 രൂപ കടമുണ്ട്. നിങ്ങൾ വീട് പോലും ഇല്ലാത്ത, ഒരു നേരത്തെ ആഹാരം പോലും വാങ്ങിക്കാൻ കഴിവില്ലാത്ത ആളുകളെ ഒന്ന് നോക്കി. അവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ധനികനല്ലേ? അല്ലേ? നിങ്ങൾ തന്നെ പറയൂ. അപ്പോൾ നിങ്ങൾ ധനികനാണ്. നിങ്ങളെന്താണ് ധനികനെന്ന് പറയുമ്പോൾ നിങ്ങൾ അംബാനിയുടെ ലെവലൊക്കെയാണോ ചിന്തിക്കുന്നത്? നിങ്ങളിപ്പോഴും ധനികൻ തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ആവശ്യത്തിന് പണമുണ്ട്. ഒരു അത്യാവശ്യത്തിന് കടമായിട്ട് പോലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങളത് ഉറച്ച് വിശ്വസിച്ച് വേണം പറയാൻ, ഐ ആം റിച്ച്. ഐ ആം റിച്ച് എന്ന് പറയുമ്പോൾ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചിന്തിക്കുക, ഞാൻ റിച്ച് തന്നെയാണ്. എന്താ, എനിക്ക് വീടുണ്ട്, എനിക്ക് കാറുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് എൻ്റെ കുടുംബങ്ങളുണ്ട്, അല്ലാതുള്ള ഭൂസമ്പത്തുണ്ട്. ഇതൊക്കെ ആലോചിക്കുക. നിങ്ങൾക്കുള്ള കടങ്ങളെ ലിസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്കുള്ള നല്ലതിനെയും കൂടെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക.
അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളുടെ പവർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ എന്ത് പറഞ്ഞാലും ഒന്ന് ചിന്തിക്കുക. നമ്മൾ 3 തവണ നമ്മളുടെ മനസ്സിൽ ഒന്ന് സ്കാൻ ചെയ്യണം പറയുന്നതിന് മുമ്പിട്ട് എന്നാണ് ഒരു സൈക്കോളജി പറയുന്നത്. നമ്മൾ പറയുന്നതിന് മുമ്പിട്ട് തന്നെ ചിന്തിക്കുക. എന്താണ് ചിന്തിക്കേണ്ടത്? ഞാൻ ഈ പറയുന്ന വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിധത്തിലുള്ള വേദന ഉണ്ടാക്കുമോ? ഞാൻ ഈ പറയുന്ന വാക്ക് വേറൊരാൾ എന്നോട് പറഞ്ഞാൽ എനിക്കത് വേദനയുണ്ടാക്കുമോ? അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന വാക്ക് ഞാൻ പറയുമ്പോൾ അത് എനിക്ക് തന്നെ ഞാൻ വേദനയുണ്ടാക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രം പറയുക. എല്ലാവർക്കും ദേഷ്യം വരും, ഇറിറ്റേഷൻ വരും, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ഫീലിങ്സ് ആണ്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത് നല്ല വാക്കുകളായിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ അഫേം ചെയ്ത് നമ്മളുടെ മൈൻഡിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് പുള്ളി, ഭായി, ഇങ്ങനെയാണ് കാര്യം, നീ ഉദ്ദേശിക്കുന്ന കണക്കൊന്നും അല്ല, നമ്മൾ കടക്കാരൊന്നും അല്ല, നമുക്ക് പൈസയുണ്ട്, നോക്കിക്കേ, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനും പണക്കാരനാണ് എന്ന് നമ്മൾ മൈൻഡിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് കണ്ടു നോക്കിയേ. നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് തോന്നും ചെയ്യാനായിട്ട്. നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ അടുത്തൊരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ, അരെ ഭായി അങ്ങനെ അല്ലത്, നീ പറയുന്നത്, നീ ചിന്തിക്കുന്നത് തെറ്റാണ്, ഇങ്ങനെയല്ല സംഭവം, മറിച്ചൊന്ന് പറഞ്ഞു നോക്കി, കണ്ട് ഇതൊക്കെ ഇല്ലേ, നീ ഇത് കണ്ടില്ലേ, നമുക്ക് വീടില്ലേ, നമുക്ക് കാറില്ല, അതുകൊണ്ട് എനിക്ക് ജോലിയില്ലേ, എനിക്ക് മാസം സാലറി കിട്ടുന്നുണ്ടല്ലോ, എനിക്ക് 30,000 രൂപ സാലറി കിട്ടുന്നില്ലേ, അപ്പം നമ്മൾ പണക്കാർ തന്നല്ലേ, നീ എന്താ പറയുന്നത്, നമ്മളെവിടെയാണ് പണക്കാരല്ലാതിരിക്കുന്നത്? നമുക്ക് പണമുണ്ട്, നമ്മളുടെ കയ്യിൽ പണമുണ്ട്, നമ്മളുടെ ആവശ്യത്തിനൊക്കെ നമ്മളുടെ കയ്യിൽ പണം വരുന്നുണ്ട്, നമ്മൾ പണക്കാരാണ് എന്നിങ്ങനെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കൂ. ഈ ടെക്നിക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. അപ്പോൾ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർ മാക്സിമം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അഫർമേഷൻ എപ്പോഴും പ്രസൻറ്റ് ടെൻസിലായിരിക്കണം പറയുന്നത്. ഞാനൊരു പണക്കാരനാകാൻ പോകുന്നു എന്നല്ല പറയേണ്ടത്. ഞാനൊരു പണക്കാരനാണ്, ഐ ആം റിച്ച് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അഫർമേഷൻ എപ്പോഴും പ്രസൻറ്റ് ടെൻസിലായിരിക്കണം. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണ് എന്ന രീതിയിലായിരിക്കണം അഫർമേഷൻ പറയുന്നത്. പിന്നെ നോക്കേണ്ട വാക്കുകൾ, ഇതിനകത്ത് നെഗറ്റീവ് വാക്കുകൾ പറയരുത്. ഞാനിനി ഒരിക്കലും ഒരു പാവപ്പെട്ടവനായിരിക്കുകയില്ല, കാരണം എൻ്റെ കയ്യിൽ പണമുണ്ട്. ഇതൊരു നെഗറ്റീവ് അഫർമേഷനാണ്. എൻ്റെ കയ്യിൽ പണമുണ്ട് എന്നുള്ള കാര്യം മാത്രം നമ്മൾ പറഞ്ഞാൽ പോരെ. ഞാനൊരു പണക്കാരനാണ്, ഐ എം റിച്ച് എന്ന് പറഞ്ഞാൽ പോരെ. അതിനകത്ത് ആവശ്യമില്ലാതെ ഞാനിനി ഒരിക്കലും പാവപ്പെട്ടവനായിരിക്കില്ല എന്നൊരു സെൻറ്റൻസ് കേട്ടേണ്ട കാര്യമില്ല. അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. അഫർമേഷൻ എപ്പോഴും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ ഇതിനു മുമ്പിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റിവിറ്റിക്കാണ് പെട്ടെന്ന് പോസിറ്റിവിറ്റി. നമ്മളൊരു പോസിറ്റീവായിരിക്കാൻ നമ്മളെടുക്കുന്ന എഫോർട്ടിൻ്റെ 4-1 എഫോർട്ട് മതി നമുക്ക് നെഗറ്റീവ് ആകാൻ, അല്ലേ? അതുകൊണ്ടാണ് ഈ ലോകത്ത് തിന്മകൾ എത്രയും പെട്ടെന്ന് തന്നെ കൂടുന്നത്, നന്മകളെക്കാളും കൂടുതൽ. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അവോയ്ഡ് ചെയ്യുക, അതിനെ പോസിറ്റീവായിട്ട് എഴുതുക. എൻ്റെ എല്ലാ അസുഖങ്ങളും മാറിയിരിക്കുന്നു എന്ന് എഴുതുന്നതിന് പകരം ഐ ആം ഹെൽത്തി എന്നെഴുതുക. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലേ? നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രസൻറ്റ് ടെൻസിലാണ് അഫർമേഷൻ എഴുതേണ്ടത്. പിന്നെ ഈ അഫർമേഷൻ പറയുന്നതിന് ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന് പ്രത്യേകിച്ച് സത്യത്തിൽ ടൈമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ മൈൻഡ് വളരെയധികം റിസപ്റ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കൂടുതലും ആ സമയങ്ങളിൽ ചെയ്യാൻ പറയുന്നത്. രാവിലെ മൊത്തം വെള്ളം കോരിയിട്ട് രാത്രി കൊണ്ടുവന്ന് കലവിട്ട് ഉടയ്ക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് രാവിലെയൊക്കെ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ ട്രാവൽ ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങൾ അഫർമേഷൻ പറഞ്ഞാൽ ആ ഒരു എഫക്റ്റിലായിരിക്കില്ല പറയുന്നത്. അപ്പോൾ വെറുതെ പറഞ്ഞു എന്നൊരു രീതിയിലേ ഉള്ളൂ. മാഡം ഇന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിന്ന് ചെയ്തിട്ടുണ്ട് എന്ന് ചെയ്യുന്നതിനേക്കാളും അതിനൊരു എഫക്റ്റ് വരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാത്രിയിലും രാവിലെയും ചെയ്യാമെന്ന്. ഒരു വട്ടം ചെയ്താൽ മതി, പക്ഷേ അത് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ടൈമാണത്. എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളിതൊന്നും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. എൻ്റെ ക്ലാസ്സിൽ ഉള്ള എല്ലാ കുട്ടികളും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത്. അയ്യോ മാഡം ചോദിക്കുമല്ലോ, ഇന്നത് ചെയ്തോന്ന് ചോദിക്കും, എന്തായാലും ചെയ്തു വെച്ചേക്കാം എന്ന രീതിയിൽ ചെയ്യരുതേ പ്ലീസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനൊരു ഗൈഡ് അല്ലെങ്കിൽ ഒരു മെൻറ്ററാണ് ഞാൻ. നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് വരുന്ന സംശയങ്ങൾ ക്ലിയർ ചെയ്യുവാനും നിങ്ങളെ ഒന്ന് പോസിറ്റീവായിട്ട് കോൺഫിഡൻ്റായിട്ട് ഈ ഒരു പ്രോസസ്സിൽ പിടിച്ചു നിർത്തുവാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉള്ളത്. എന്നെ പേടിച്ചിട്ടാരും ചെയ്യരുത്. 1-2 പേര് പറഞ്ഞിട്ടുണ്ട്, മാഡം ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്തതാണ് മാഡം.
അങ്ങനെയല്ല, ടൈമില്ലേ, വേണ്ട, നിങ്ങളുടേതായ ടൈം എടുക്കൂ. ഞാൻ ചിലപ്പം മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ല മാഡം സമയം കിട്ടില്ല, രാത്രിത്തേക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ നിങ്ങളുടേതായ ടൈം എടുത്ത് ചെയ്യുക. ഓക്കെ. അപ്പോൾ അഫർമേഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഞാൻ വേണമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് തൊട്ടുള്ള വീഡിയോസിനകത്ത് മർക്കേഷിലെ യാത്രകൾ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. താങ്ക് യു. ബൈ.